ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പവർ വിഷനിലൂടെ ഈ സന്ധിയിൽ നമ്മൾ നമ്മുടെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നമ്മളുടെ കണ്ണുനീരൊഴുക്കുകയും ചെയ്ത് ഒരാത്മീകതയുടെ അനുഭവങ്ങളിൽ നിൽക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയോടും യാചനയോടും കൂടി ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രാർത്ഥനകളൊന്നും പാഴായി പോയിട്ടില്ല. ഈ മാസം നമ്മൾ പ്രാർത്ഥനയുടെ മാസമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു മാസത്തെ ഒരു ടാർഗറ്റല്ല, നമ്മുടെ ജീവിതം മുഴുവനും, ഇനിയും തുടർന്നുള്ള ജീവിതം മുഴുവനും പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ മന്ത് ഓഫ് പ്രേയർ, ഈ മാർച്ച് മാസത്തിൽ നമ്മൾ ആരംഭിക്കുന്നത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 44 വരെയുള്ള വചനങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി, കാലഘട്ടത്തോടുള്ള ആഹ്വാനമായി ആ വചനഭാഗം വർത്തമാന കാലഘട്ടത്തിൽ മുഴങ്ങുകയാണ്. പണ്ടെങ്ങോ പറഞ്ഞ് പ്രതിധ്വനിച്ചവസാനിച്ച ഒരു വചനമല്ല. ഇപ്പോൾ നമ്മുടെ ഭവനവാതിക്കൽ, നമ്മളുടെ പട്ടണത്തിൽ, നമ്മളുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ മനസ്സിനകത്ത് പ്രതിധ്വനിക്കുന്ന ഒരാഹ്വാനമായി ഈ വചനം മാറുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്കു ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്തു തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ആത്മീക ജാഗ്രതയില്ലായ്മയുടെ അനന്തരഫലമാണ് ഇവിടെ കാണുന്നത്. ഒരു നിമിഷം നമ്മുടെ ശ്രദ്ധയൊന്നു മാറിപ്പോയാൽ സംഭവിക്കാവുന്ന ദുരന്തങ്ങളാണ് യേശുതമ്പുരാൻ്റെ നാവിൽ നിന്ന് ഈ വചനത്തിലൂടെ മുഴങ്ങിക്കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിത് പ്രാർത്ഥനയുടെ മാസമാക്കി മാറ്റി വച്ചിരിക്കുകയാണ്. എന്താണ് പ്രാർത്ഥനയെന്ന് ഈ മാസങ്ങളിലെല്ലാം നമ്മൾ കേൾക്കുകയാണ്. നമുക്ക് നല്ലതുപോലെ അറിയാം എന്താണ് പ്രാർത്ഥനയെന്ന്, വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പക്ഷേ എവിടെയോ നമുക്ക് തെറ്റിപ്പോയ ഒരു വശമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മളുമായി അടുത്ത് ബന്ധപ്പെടുന്ന ചിലരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആവശ്യങ്ങൾ നേടുവാനുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥനയായി നമ്മൾ കാണുന്നത്. അതല്ല പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയെന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഞാൻ ഈ വചനത്തിലേക്ക് വന്ന് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മസമർപ്പണമാണ്. അവനെ മുഴുവനായി കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരാവശ്യം മാത്രം പറഞ്ഞു വെക്കുന്നതല്ല, ഒരു വ്യക്തിക്ക് വേണ്ടി പറഞ്ഞു വെക്കുന്നതല്ല. പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു കുടുംബം മുഴുവനും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. ഒരു കുടുംബം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ചുറ്റുപാടുള്ള കുടുംബങ്ങളെല്ലാം
അതിൻ്റെ കണ്ണുകളായി മാറുകയാണ്. അങ്ങനെ പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ വിശാലമാവുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? വർത്തമാന കാലഘട്ടങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ അറിഞ്ഞ് ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ലയിച്ചു ചേർത്ത് അതിനെ കൈകളിലെടുത്ത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ഒന്നാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ അറിയാലോ, അസഹിഷ്ണുതയും അസന്തുഷ്ടിയും ദുരന്തങ്ങളും കൊലവിളികളും അഗ്നി പോലെ പടരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞൊടി നേരം കൊണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത്, നമ്മുടെ അയലത്ത് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് തലമുറകളിലേക്ക് വ്യാപിക്കുകയാണ്. രാത്രിയിലൊന്ന് വണ്ടി ഓടിച്ചോ പകലൊന്ന് വണ്ടി ഓടിച്ചോ പോയി ആരോടെങ്കിലും എന്തേ എന്നൊന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവൻ ഇറങ്ങി വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിലാണ് പ്രാർത്ഥനാവീരന്മാർ ഉയരേണ്ടത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൻ്റെ നടുവിലാണ് മുഴങ്കാലുമടക്കി നമ്മൾ സ്വർഗത്തെ വിളിച്ചിറക്കുന്നത്. ഇപ്പോൾ പ്രാർത്ഥനയെന്ന് പറയുന്നത് സ്വർഗത്തെ വിളിച്ചിറക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ്. പ്രാർത്ഥനയെന്ന് പറയുന്നത് സ്വർഗത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ്. ബലഹീനനായ ഞാൻ, വിദ്യാഭ്യാസമില്ലാത്ത, യാതൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു വീട്ടമ്മ, ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരവകാശം ദൈവം തന്നിട്ടുണ്ട്. മറ്റൊരവകാശവും ഇല്ലെങ്കിലും നമുക്ക് ഒരവകാശമുണ്ട്. സ്വർഗത്തെ ചേർത്ത് പിടിക്കാനുള്ള അവകാശം, സ്വർഗത്തെ വിളിച്ചിറക്കാനുള്ള അവകാശം, സ്വർഗീയ ചൈതന്യത്തെ പരത്താനുള്ള അവകാശം, സ്വർഗീയ അഗ്നി കത്തിക്കാനുള്ള അവകാശം. അതാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതൊന്നാണ് പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥിക്കുന്നവർ ഉണ്ടായേ പറ്റൂ. മറ്റുള്ളവരുടെ മുമ്പിൽ ചെണ്ട കൊട്ടി പ്രാർത്ഥിക്കുന്ന രീതിയല്ല. നിശബ്ദമായി പ്രാർത്ഥനാ മുറിയിലിരുന്നു കൊണ്ട്, നിശബ്ദമായി നമ്മുടെ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ ലോകത്തെ ഒന്ന് കാണണം. ഈ നാളുകളിൽ പത്രത്താളുകളിലും ന്യൂസുകളിലുമൊക്കെ വരുന്നത് എന്താ? ഞങ്ങളിന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തലമുറകളിലേക്ക്, ഇല്ലെങ്കിൽ ഈ കുഞ്ഞു മക്കളിലേക്ക് ഈ കൊലവിളികൾ രൂപപ്പെട്ടത് 2000 മുതലാണ്. ഈ 2000 മുതലാണ്. അതൊന്ന് വിശകലനം ചെയ്താൽ അറിയാം. നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ സ്കൂളിൽ അടിയും പിടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സുഹൃത് വലയങ്ങളിൽ തീരും, ഒരു അധ്യാപകൻ്റെ സാന്നിധ്യത്തിൽ തീരും, ഇല്ലെങ്കിൽ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ തീരും, ഇല്ലെങ്കിൽ ഒരു ദൈവദാസൻ്റെ സാന്നിധ്യത്തിൽ തീരും, ഇല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പറഞ്ഞു തീർക്കാം. ഇന്ന് മാതാപിതാക്കൾ പറഞ്ഞു തീർക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കഴുത്താണ് ആദ്യം വെട്ടുന്നത്. അപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? വെറുതെ നമ്മുടെ കുറച്ച് ആവശ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനല്ല നമ്മളെ ഈ ഭൂമിയിൽ ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. എൻ്റെ കുഞ്ഞിനു വേണ്ടിയും എൻ്റെ വീടിനു വേണ്ടിയും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മാത്രം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ആമേനും പറഞ്ഞ് എഴുന്നേൽക്കുന്ന ദൈവവൈതലേ, നിൻ്റേത് പ്രാർത്ഥനയല്ല, നീ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അസഹിഷ്ണുത രൂപപ്പെടുന്നത്? ദൈവത്തോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തെ അംഗീകരിക്കാൻ കഴിയാത്തതാണ് പ്രശ്നം. ടെക്നോളജി വളർന്നപ്പോൾ ഹ്യൂമനോളജി തീർന്നു. ടെക്നോളജി അങ്ങ് വളരുകയാണ്. അതുകൊണ്ടാണ് ഈ പിള്ളേർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുഞ്ഞിനെ തല്ലിക്കൊന്നു. വയസ്സെത്ര? 15. സ്വപ്നങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ തലയ്ക്കടിച്ച് കൊല്ലുകയാണ്. ഇവരെങ്ങനെയാണ് ഇതിന് ഫോം ചെയ്തത്? ത്രൂ ദ വാട്സപ്പ്.
അപ്പോൾ കയ്യിലിരിക്കുന്ന ടെക്നോളജി അപകടകരമായ രീതിയിൽ മാറുന്നെങ്കിൽ, ഈ ടെക്നോളജി ഈ ലോകത്തെ രൂപപ്പെടുത്തിയത് മനുഷ്യ നന്മയ്ക്കാണെങ്കിൽ അത് മനുഷ്യ നന്മയ്ക്കായി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കൈവിട്ടുപോയി. ഈ ലോകമില്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുമ്പോൾ എങ്ങനെ അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റുക? അധ്യാപകർക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അധ്യാപകൻ്റെ മുഖത്ത് നോക്കി നിന്നെ പുറത്തിട്ട് തട്ടുമടാ എന്ന് പറയുന്ന കുഞ്ഞുമക്കൾ രൂപപ്പെടുന്ന കാലഘട്ടം. അപ്പനെ കൊല്ലാൻ മടിക്കാത്ത, അമ്മയെ കൊല്ലാൻ മടിക്കാത്ത, സഹോദരനെ കൊല്ലാൻ മടിക്കാത്ത കൊലവിളിയുടെ കാലഘട്ടത്തിൽ നിലവിളികൾ ഉയരണം ദൈവസന്നിധിയിലേക്ക്. പ്രാർത്ഥനയുടെ നിലവിളികൾ. സമാധാനത്തിൻ്റെ മാർഗം എന്തെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, കായൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ ബൈബിളിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു കായൻ്റെ പരാജയ കാരണം? കായൻ്റെ കൊലവിളിയുടെ അർത്ഥം എന്തായിരുന്നു? എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. അവന് ജീവിതത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, മറ്റൊരുവനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അസഹിഷ്ണുതയുടെ വ്യക്തിയായി മാറി, അസന്തുഷ്ടിയുടെ വ്യക്തിയായി മാറി. അവൻ ദൈവികമായി ആ ചുറ്റുപാടുകളെ സ്നേഹതലത്തിൽ കാണാൻ കഴിഞ്ഞില്ല. സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്, സത്യവേദ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിൽ ജീവിതത്തെ കാണാനാണ് പ്രിയപ്പെട്ടവരെ. പ്രതികാരത്തിൻ്റെ ചിത്രമല്ല. അത് കഴിഞ്ഞ് ഈ കായൻ്റെ തലമുറകളെ നോക്കിക്കേ. ഇത് തലമുറകളിലേക്ക് വ്യാപിക്കുക. ഇന്ന് മാതാപിതാക്കളോട് വിളിച്ചു പറയുകയാ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയാണ് നിന്റെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം. പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ കരം കോർത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ കരങ്ങൾക്ക് നടുവിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകുന്നതെങ്കിൽ, ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ, നിങ്ങളുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയുടെ സുരക്ഷിതത്വ വലയം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഇവരുടെ ശ്രദ്ധ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സമൂഹം രൂപപ്പെട്ടേ പറ്റൂ. അതുകൊണ്ടാണ് നമുക്കവരെ പ്രാർത്ഥനാ വീരന്മാരെന്ന് വിളിക്കാം, ആത്മീക ജാഗ്രതയുള്ളവരെന്ന് വിളിക്കാം. അതായത് ദൈവത്തെ, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ, വചനത്തിൻ്റെ ആഴങ്ങളും ഉൾക്കാമ്പുകളും തിരിച്ചറിഞ്ഞ ഒരു സമൂഹം രൂപപ്പെടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു മാസം പ്രാർത്ഥനയുടെ മാസമാക്കി മാറ്റിയിട്ട് അങ്ങ് കൈകഴുകി മാറുകയല്ല. ഇതിനൊരു ലക്ഷ്യമുണ്ട്. തകർന്നു പോകുന്ന സമൂഹത്തെ തിരിച്ചു പിടിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലടികൾ വഴുതിപ്പോകാതെ ആത്മീയതയുടെ നന്മകളിലൂടെ അവർ യാത്ര ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ, കാലാകാലങ്ങളോളം അവർ സമൂഹത്തിനും മാതാപിതാക്കൾക്കും മുതൽക്കൂട്ടായി മാറണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് നാളത്തെ സമൂഹത്തിലെ നന്മയായി രൂപപ്പെടുന്നത്. കായൻ്റെ ആ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വചനഭാഗമുണ്ട്. അതായത് അവിടെ ലാമേക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. കായൻ്റെ സന്തതി പരമ്പരയാ. ലാമേക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. എത്ര ക്രൂരമായ ഈ തലമുറയുടെ വെല്ലുവിളികളാണ് ആ വചനത്തിലൂടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വചയാമോ? എൻ്റെ വചനത്തിന് ചെവി തരുവീൻ. അതായത്, ആദായും സില്ലായുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. ലാമക്കൻ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെവി തരുവീൻ. എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കഴിയാതിരുന്ന, ദൈവത്തെ അംഗീകരിക്കാൻ കഴിയാതിരുന്ന, സഹോദര സ്നേഹത്തിൻ്റെ ചാവുനിലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ ശാപഗ്രസ്തമായ തീരുമാനമാണ് തലമുറകളെ കൊണ്ടെത്തിച്ചത്. ഈ വെല്ലുവിളികളാണ് ഇന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതികൾ.
നമ്മൾ വിചാരിക്കരുത് ഈ കുഞ്ഞുങ്ങൾ തമ്മിലടിക്കുന്നത് ഉടനെ ഗവൺമെൻറ് തീരുമാനമെടുക്കുമെന്നും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഇടപെടുമെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. അവർക്ക് ഈ ഗുണ്ടകളെ ആവശ്യമുണ്ട്. വളർത്തിയെടുക്കുന്ന ഒരു ഗുണ്ടായിസം അവരുടെ നിലനിൽപ്പിന് വേണ്ടി. എന്തിനേറെ പറയുന്നു, പള്ളികളിൽ തമ്മിലടി നടക്കുകയല്ലേ, സഭകളിൽ തമ്മിലടി നടക്കുകയല്ലേ. ഇതിനെ വിശാലമായി നമ്മൾ ചിന്തിച്ചല്ലേ പറ്റൂ. വെല്ലുവിളികൾ നടക്കുകയല്ലേ, വാടാ പോടാ വിളികൾ ഉയരുകയല്ലേ. ഇത് കണ്ടു വളരുന്ന തലമുറകൾ നാളെ വിളിക്കില്ലേ വാടാ പോടാ എന്ന്. നൂറ്റാണ്ടുകൾ കഴിയുന്ന കേസുകളുമായി സഭാ വഴക്കുകളുമായി മുന്നേറുന്ന സഭകൾ വിളിച്ചു പറയുന്നു ഞങ്ങൾ ക്രിസ്തുവിനെയാണെന്ന് പുകഴ്ത്തുന്നത്. എവിടെ പോയി പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീകത? എന്നിട്ടും നമ്മൾ പറയുകയാണ് നമ്മളൊക്കെ ആത്മീകരാണെന്ന്. അവിടെ നിന്നുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, നമ്മൾ വായിച്ച വചനഭാഗത്തിൻ്റെ ആഹ്വാനം. ഇതിനെ നിസാരവൽക്കരിക്കരുത്. ഇതിനെ കുട്ടിയുള്ള വിലാപങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലേണ്ടത്. എന്നിട്ട് പറയുന്നത് എന്താണ്? കായേനു വേണ്ടി ഞാൻ, അവിടെ അവസാനം പറയുകയാണ്, കായേനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യും, ലാമേക്കിനു വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. പ്രതികാരത്തിൻ്റെ ശബ്ദം. നമ്മൾ വിചാരിച്ചു അത് അവിടെ അവസാനിച്ചുവെന്ന്. ഇല്ല, കാലാകാലങ്ങളിലൂടെ ഇന്ന് നമ്മളുടെ കൈയൊന്ന് നീട്ടിയാൽ നമ്മുടെ അയൽപക്കത്ത് ഈ വെല്ലുവിളി നടക്കുകയാണ്. നാളെ ഇത് നമ്മുടെ ഭവനങ്ങളിൽ ഉയരാൻ പോവുകയാണ്. എന്നിട്ടും എന്തേ ആത്മീക ജാഗ്രത ഇല്ലാതായി പോകുന്നു? എന്നിട്ടും എന്തേ നമ്മൾ ഹോഹോയ് ഹോഹോയ് പറഞ്ഞ് നമ്മളുടെയൊക്കെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നു? നമ്മുടെ ഉപവാസങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ഒരു ദേശത്തിൻ്റെ വിടുതലായി മാറണം. പിന്നീട് മുന്നോട്ട് വരുമ്പോൾ ദൈവം മനുഷ്യൻ്റെ ദുഷ്ടത കണ്ട് അനുതപിച്ചു, അവനെ സൃഷ്ടിച്ചതിൽ അനുതപിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം പരിതപിക്കുന്നു. ഇതൊക്കെ കാലാകാലങ്ങൾക്ക് മുമ്പേ നടന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ ബാധിക്കാത്ത പ്രശ്നമാണ്. നമ്മളൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നത് സുരക്ഷിത കോട്ടയ്ക്കകത്തിരുന്നു കൊണ്ടാണ്. ഇവിടെയാണ് നമ്മുടെ സഭകളുടെ അകത്ത്, നമ്മുടെ ഭവനത്തിനകത്ത് നമ്മളെ മാറ്റി നിർത്തിയിരിക്കുക ദൈവം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ അറിയുന്നവരാവണം. ഈ വചനത്തിലേക്ക് നമ്മൾ വായിച്ച ആ വചനത്തിലേക്കൊന്ന് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം. കർത്താവായ യേശു ക്രിസ്തു ആഘോഷത്തോടെ ജെറുസലേം നഗരത്തിലേക്ക് കടന്നു വരികയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ ഓഹോയ് ഓഹോയ് പറഞ്ഞുകൊണ്ട് ചുറ്റും നിൽക്കുകയാണ്. പരവതാനികൾ വിരിച്ചു കൊണ്ടുവരികയാണ്. ഒലുവിലെ കൊമ്പുകൾ പിടിച്ചു കൊണ്ടുവരികയാണ്. നമ്മളൊന്ന് ഞെളിയും. ക്രിസ്തുവിന് അതല്ല ആവശ്യം. നമ്മുടെ ഓഹോയ് വിളി അല്ല ക്രിസ്തുവിന് ആവശ്യം. പൊന്നുതമ്പുരാൻ ആവശ്യം യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നൊരു സമൂഹത്തെയാണ്. അവനെ അറിയുന്നൊരു സമൂഹത്തെയാണ്. വെളിപ്പാട് കിട്ടിയൊരു സമൂഹത്തെയാണ്. അവിടെയാണ് അവൻ നഗരത്തോട് സമീപിച്ചപ്പോൾ, നഗരത്തിൽ കയറിയിട്ടില്ല, നഗരവാതിലിൽ നിൽക്കുന്നതേ ഉള്ളൂ. ആ നഗരമേതാ? ജെറുസലേം നഗരമാ. നിസ്സാരമാണോ? ജെറുസലേം നഗരം ഒറ്റ നോട്ടത്തിൽ ആത്മീകതയുടെ നിറകുടമാണ്. അവിടം യഹൂദന്മാരുടെ അഭിമാന സ്തംഭമായി ആകെ അമ്പരചുംബിയായി ഉയർന്നു നിൽക്കുന്ന ജെറുസലേം ദേവാലയമുണ്ട് അവിടെ. ആ ദേവാലയത്തിനകത്ത് ആരാധനയുണ്ട്, യാഗപീഠങ്ങളുണ്ട്, തലങ്ങും വിലങ്ങും അംശവസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്ന പുരോഹിത പ്രമാണികളുണ്ട്, പുരോഹിത ഗണങ്ങളുണ്ട്. സുഗന്ധധൂപക്കൂട്ടുകൾ ഉയരുന്ന സുഗന്ധം നിറഞ്ഞ അന്തരീക്ഷമാണ്. ഒറ്റ നോട്ടത്തിൽ വിശുദ്ധ നഗരമാണ്. നമുക്കറിയാം അവിടെ എന്തെല്ലാം ഉണ്ടെന്നൊക്കെ അറിയാം. പൊന്നുതമ്പുരാൻ വന്ന് നോക്കിയപ്പോൾ അതൊന്നും ഒരു കാരണമല്ല. അവൻ കരയുകയാ.
നഗരവാതുക്കൽ വന്നു നിന്നുകൊണ്ട് അകത്തേക്ക് കാല് വെക്കുന്നതിന് മുമ്പേ ആ നഗരത്തെ ഓർത്ത്, അതിൻ്റെ തകർച്ചയെ ഓർത്ത്, അതിൻ്റെ ജാഗ്രതയില്ലായ്മയെ ഓർത്ത്, അതിൻ്റെ അനാത്മികതയെ ഓർത്ത് പൊട്ടിക്കരയുന്നൊരു കർത്താവിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുക ഇങ്ങനെ. എന്നിട്ട് അവിടെ പറയുന്നത് എന്താ? ഈ നാളിൽ നൗ, നാളെയല്ല, നമ്മളെപ്പോഴും നാളേക്ക് മാറ്റി വെച്ചിരിക്കുക. കർത്താവിൻ്റെ വരവെങ്കിൽ കാര്യമൊക്കെ അങ്ങ് നടന്നോളും. നോ, നൗ ഇറ്റ് സെൽഫ്. ഇപ്പോഴാണ് നിന്റെ പ്രാർത്ഥന ഉയരേണ്ടത്. ഇപ്പോഴാണ് നീ നിന്റെ കരങ്ങൾ ഉയരേണ്ടത്. ഇപ്പോഴാണ് നീ ആത്മീകന ജാഗ്രതയോടെ എഴുന്നേൽക്കേണ്ടത്. ഈ നാളിൽ അവിടെ വന്ന് നിന്ന് പറയുക, ഈ നാളിൽ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്താ ഈ സമാധാനത്തിൻ്റെ മാർഗം, ഇല്ലെങ്കിൽ സമാധാനത്തിനുള്ളത്? അത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു തന്നെയാണ്. അവരറിയാതെ പോയി ഈ ക്രിസ്തുവിനെ. എന്നിട്ട് പറയുന്നുണ്ട്, സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഇതാരോടാ പറയുന്നത്? അപ്പോൾ നമ്മളതിന് പറയുന്നൊരു കാര്യമുണ്ടോ? അത് കണ്ണിന് മറഞ്ഞിരിക്കുമല്ലേ. ഇനിയിപ്പോൾ അത് തുറക്കുന്നത് എപ്പോഴാ? അന്ത്യകാല സമയത്ത്. നമ്മളിങ്ങനെ ഇരിക്കുക അന്ത്യകാല സമയത്ത്. അല്ല, ഇത് പറയുന്നത് യഹൂദരോടാ. യഹൂദർക്ക് കിട്ടാതെ പോയ വെളിപ്പാട്. എന്നാൽ ആരാധിക്കുന്ന ദൈവവൈതലേ, നിനക്ക് വെളിപ്പാട് കിട്ടിയ ക്രിസ്തുവിൻ്റെ വെളിപ്പാടും വെളിച്ചവും കിട്ടിയതാ നിനക്ക് പറയാൻ അവകാശമില്ല. സമാധാനത്തിന് മാർഗം ഏതാണെന്ന് ചോദിക്കാൻ അവകാശമില്ല. നീ സമാധാനത്തിൻ്റെ മാർഗം അറിഞ്ഞവളാണ്. നിനക്ക് മാത്രമേ അറിയൂ ആ സമാധാനത്തിൻ്റെ മാർഗം എന്തെന്ന്. കണ്ണു കുരുടാക്കി വെച്ചിരിക്കുന്ന വെളിപ്പാട് കിട്ടാത്ത പുറത്തെ ജനത്തിന് സമാധാനത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുവാൻ വിളിക്കപ്പെട്ട ദൈവ മക്കളാ നമ്മൾ അറിഞ്ഞില്ലെങ്കിലോ? ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ഉണ്ടാവും ഇവിടെ, ഇല്ലെന്നുണ്ടെങ്കിൽ റബ്ബർ വെട്ടുന്നവരുണ്ടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവദാസന്മാരുണ്ടാവും, ദൈവമക്കളുണ്ടാവും. നമ്മുടെ വീട്ടിലേക്ക് അയൽവക്കത്തുനിന്നൊരു അമ്മച്ചി കടന്നു വരുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിൽ ഒരാൾ കയറി വെച്ച് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ചിരിയോടുകൂടി ചോദിക്കുകയാണ്, ആദ്യമേ നമ്മളൊന്ന് ചിരിക്കാൻ പഠിക്കണമെന്നേ. നമ്മളൊരു സൈസ് നമ്മളിൽ ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് ഈ ചിരി വരുന്നില്ല. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, ഇവന് അടുക്കത്തില്ല. നമ്മൾ സുവിശേഷം പറഞ്ഞാൽ പോലും ഒരു വെട്ടിപ്പൊട്ടുന്ന പോലെ അവനേതാണ്ട് അകറ്റി നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് അവൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ടൊന്ന് കയറിക്കേ. ഓട്ടോറിക്ഷ കയറുന്നു, ഉദാഹരണം ഓട്ടോറിക്ഷ കയറുന്നു, എനിക്ക് എന്നാ ഉണ്ട് വിശേഷം? ഉടനെ വരുന്നത് എന്താണെന്നറിയാമോ? എന്നെ കേട്ടാ ഒരു സമാധാനവും ഇല്ല. അപ്പം അന്നേരം നമ്മളും പറയുന്നത് എന്നാ? സത്യമാ കേട്ടോ, ഒരാഴ്ചയായി ഞാൻ ഉറങ്ങിയിട്ട് ഒരു സമാധാനവും ഇല്ല. പിന്നെ നിന്റെ ആരാധനയ്ക്ക് എന്നാ അർത്ഥം? പിന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്നാ അർത്ഥം? പിന്നെ നിന്റെ കൈകൊട്ടിന് എന്നാ അർത്ഥം? ഇത് സമാധാനമുള്ളവൻ ചെയ്യേണ്ടതാണെന്നേ. സമാധാനം അറിഞ്ഞവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു രോഗം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ആകപ്പാടെ അസഹിഷ്ണുതയുടെയും അസന്തുഷ്ടയുടെയും പ്രകടനങ്ങളായി വന്ന് ഇനിയും എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവനെ പോലും തകർത്ത് കളയുന്ന നിന്റെ മനോഭാവം മാറ്. നിന്റെ അകത്തൊരു സമാധാന രാജാവ് വാഴുന്നുണ്ട്. അപ്പോൾ അവനോട് പറയണം, സമാധാനമില്ലെന്ന് പറഞ്ഞ അമ്മച്ചിയോട് പറയണം, സമാധാനത്തിനൊരു മാർഗമുണ്ടെന്നേ, യേശുക്രിസ്തു. അത്രയും പറഞ്ഞേച്ചാൽ മതി.
ഈ സമാധാനമില്ലാതെ ആത്മഹത്യക്ക് മനസ്സിൽ ചിന്തിച്ച് നടക്കുന്നവൻ പോകുന്ന വഴിക്ക് ഈ ക്രിസ്തു ആരെന്നൊന്ന് ചിന്തിക്കും. സുവിശേഷ പ്രഘോഷണമായോ? അതിന് മൈക്ക് വേണോ? അതിന് അമേരിക്കയ്ക്ക് പോണോ? നിന്റെ വീടിനകത്ത് കടന്നു വരുന്ന നിന്റെ അയൽപക്കത്തെ ഒരമ്മച്ചിയോട് ഒരപ്പച്ചനോട് റബ്ബർ വെട്ടുന്ന തോട്ടത്തിൽ നിന്നുകൊണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ കയറുമ്പോൾ, ഒരു ബസ്സിലിരിക്കുമ്പോൾ അസന്തുഷ്ടയുടെയും അസമാധാനത്തിൻ്റെയും പ്രകടനങ്ങൾ കാണുമ്പോൾ അവനോട് സുഖമാണോ എന്ന് ചോദിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ അകത്തേക്കൊന്ന് കയറിയിട്ട് അവന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ക്രിസ്തുവിൻ്റെ സമാധാനം. യേശു ക്രിസ്തുവാണ് പറയുന്നത്, കരഞ്ഞോണ്ടാണ് പറയുന്നത്. ഈ നാളിൽ സമാധാനത്തിൻ്റെ മാർഗം നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നീ അറിയാതെ പോയി. പ്രിയപ്പെട്ടവരെ, അത് പണ്ട് നടന്ന കാര്യമല്ല. ഇന്ന് നമ്മുടെ സഭയുടെ വാതുക്കൽ വന്ന്, സഭയുടെ പ്രധാന കവാടത്തിങ്കൽ വന്ന്, നമ്മുടെ ഭവനത്തിൻ്റെ പ്രധാന കവാടത്തിങ്കൽ വന്ന്, നമ്മുടെ ഹൃദയവാതുക്കൽ വന്ന് യേശു തമ്പുരാൻ്റെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയുകയാ, നീ അറിയാതെ പോയല്ലോ കുഞ്ഞേ നിന്റെ സമാധാനത്തിൻ്റെ മാർഗം. അപ്പോൾ ഈ സമാധാനം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമാധാനം ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കർത്താവേ, എൻ്റെ ചുറ്റുപാടുകൾ സമാധാനം ഉണ്ടാവണം, എൻ്റെ ഭവനത്തിൽ സമാധാനം ഉണ്ടാവണം. അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, എൻ്റെ യേശു ക്രിസ്തുവിനെ എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുക, ജാഗ്രതയോടെ സ്വീകരിക്കുക. അതിൻ്റെ രണ്ടാം ഭാഗം പറയുന്നത് എന്താ? ഇപ്പോഴോ അത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഇല്ല, നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന, ഒരു ദൈവവൈദ്യൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന കാര്യമല്ലത്, വെളിപ്പെട്ട് കിട്ടിയ കാര്യമാണ്. ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയ ദൈവമക്കൾ. അതുകൊണ്ടാണ് നമ്മൾ രക്ഷകനായി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ കൽപ്പന പാലിച്ച് സ്നാനമെടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ അവനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് അവനോട് നമ്മൾ യാചിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന ഒന്നിനോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഇമ്മാനുവേലായി വന്നു പിറന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിലൂടെ നടന്നു നീങ്ങി കാൽവരിയുടെ നെറുകൽ നമുക്ക് വേണ്ടി മരിച്ച് ലോകാവസാനത്തോളം ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനവും തന്ന് നമ്മളോട് കൂടെ നിൽക്കുന്നവൻ, വെളിപ്പെട്ടു കിട്ടിയവനെയാ നമ്മൾ ആരാധിക്കുന്നതും വിളിക്കുന്നതും സ്തുതിക്കുന്നതും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം, ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ഈ ഒരു ഉറച്ച ബോധ്യത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പം നമ്മുടെ കണ്ണിന് മറഞ്ഞല്ലിരിക്കുന്നത്, യഹൂദന്മാരുടെ കണ്ണിന് മറഞ്ഞായിരിക്കുന്നത്. അവർക്ക് പിടികിട്ടിയിട്ടില്ല സാധനം എന്താന്ന്. പക്ഷെ നമുക്ക് പിടികിട്ടിയത് മാത്രമല്ല, നമ്മൾ സ്വന്തമാക്കിയവരാ. എന്നിട്ട് നമ്മൾ വിളിച്ചു പോയി നടക്കുക, ഒരു സമാധാനവും ഇല്ലാന്ന്. പ്രിയപ്പെട്ടവരെ, തകർച്ചകൾ വരും, രോഗങ്ങൾ വരും, പീഡകൾ വരും. അപ്രതീക്ഷിത സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കടന്നു വരും. പക്ഷേ മുറുകെ പിടിച്ചോണം ഈ സമാധാനത്തിൻ്റെ മാർഗത്തെ. അതൊന്നും നമ്മുടെ അസ്വസ്ഥതയ്ക്ക് കാരണമാകരുത്. അതൊന്നും നമ്മുടെ സമാധാനത്തെ കെടുത്തുന്നതാവരുത്. നമ്മൾ നെഞ്ചത്ത് കൈവച്ച് വിളിച്ചു പറയണം, എനിക്കൊരു മാർഗമുണ്ട്, സമാധാനത്തിൻ്റെ മാർഗം. അതെൻ്റെ ക്രിസ്തുവാ. ഐ നോ മൈ ജീസസ് ക്രൈസ്റ്റ്. എനിക്കെൻ്റെ ക്രിസ്തുവിനെ അറിയാം, എൻ്റെ യേശുവിനെ എനിക്ക് അറിയാം. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അസ്വസ്ഥതയുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് സമാധാനം തരുന്നവൻ എനിക്കുണ്ട്. ആ സമാധാനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമുക്ക് പറയാൻ കഴിയണം. എൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത്, നിൻ്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട്. അവിടെയാണ് കിടക്കുന്നത്. ഈ ക്രിസ്തുവിനെ അറിയാതെ പോയാൽ ഏത് നിമിഷവും അവൻ വരുമെന്ന്, ഏത് നിമിഷവും അവൻ എന്നെ സന്ദർശിക്കും, ഏത് നിമിഷവും അവൻ എൻ്റെ ഭവനത്തിനകത്ത് വരും, ഏത് നിമിഷവും എൻ്റെ പേര് വിളിച്ചുകൊണ്ട് എൻ്റെ അരികിൽ വരും. അതിന് സമയബന്ധിതമൊന്നുമില്ല, രാവെന്നോ പകലെന്നോ ഇല്ല, ഓഫീസിലെന്നോ വീട്ടിലെന്നോ ഇല്ല. ഏത് സമയത്തും അവൻ വരും. അതുകൊണ്ടാണ് ഒരുങ്ങിയിരിക്കുമെന്നൊക്കെ പറയുന്നത്, ഒരുങ്ങിയിരിക്കുമെന്ന് പറയുന്നത്.
അപ്പോൾ ഈ സന്ദർശന കാലം ഏതാ? ഈ സന്ദർശന കാലം ഇപ്പോഴാ. ഇപ്പോ ഏത് സമയത്തും വരും. ഇപ്പോൾ നീ അറിയണം, എൻ്റെ കർത്താവ് വരും. കാലം കുറേ ആകട്ടെന്ന് പറഞ്ഞ് കൈയടിക്കുകയല്ല. ദൈവമക്കൾ കൈയടിച്ച് ആരാധിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഏത് നിമിഷവും എൻ്റെ പൊന്നുതമ്പുരാൻ ഇറങ്ങി വന്ന് എന്നെ മാറോട് ചേർക്കുമെന്ന വിശ്വാസത്തിൽ വേണം നിൽക്കാനായിട്ട്. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനോട് ചേർന്നിരുന്നേ ആരാധിക്കാവൂ, ക്രിസ്തുവിനോട് ചേർന്നിരുന്നേ പ്രാർത്ഥിക്കാവൂ, ക്രിസ്തുവിനെ അറിഞ്ഞേ പ്രാർത്ഥിക്കാവൂ. ആ പ്രാർത്ഥനയാണ് കേട്ട് ഉത്തരമരുളുന്നത്. അല്ലാതെ വാക്ചാതുര്യമല്ലല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത്. എനിക്ക് നല്ല ഭാഷയിൽ പ്രാർത്ഥിക്കാൻ അറിയാം, പറയാനറിയാം. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാഷകളെല്ലാം കൂടെ വെച്ചാൽ കർത്താവിന് എന്നാ ഭാഷ കേട്ടാൽ ഞെട്ടിപ്പോകുമോ? സൂപ്പറാണല്ലോടാ ഗോപി. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇവിടെ എന്തോ ചെയ്യണമായിരുന്നു? ഈ നഗരത്തിൻ്റെ വാതിൽക്ക് വന്ന് കരയെഴുതായിരുന്നു. അതിന് മുമ്പ് ആഘോഷമായിട്ടാണ് കൊണ്ടിരുന്നത്, വെടിയും പടക്കവുമായിട്ടാണ് കൊണ്ടിരുന്നത്. യേശു ക്രിസ്തുവിനെ കൊണ്ടിരുന്നേ ജെറുസലേം നഗരത്തിലേക്ക് ഓശാന പാടിക്കൊണ്ട് കൊണ്ടുവരുക. അത് കേട്ട് പുളകിത കാത്രനാകാനൊന്നും കർത്താവ് നിന്നില്ല. പറയേണ്ടതും കരയേണ്ടിടത്തും കരഞ്ഞു, പറയേണ്ടത് പറഞ്ഞു. എന്നിട്ട് ഒരു ശാപം പോലൊരു വാക്ക് വന്ന് വീഴുകയാണ്. അത് കാലഘട്ടത്തിന് മുമ്പ് പറഞ്ഞു നിർത്തിയതല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ വർത്തമാനകാലത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും നമ്മുടെ ജീവിതത്തിൻ്റെ വാതിൽക്കലും നമ്മളുടെ സഭയുടെ വാതിൽക്കലുമൊക്കെ മുഴങ്ങിക്കേൾക്കുന്ന ഒരു വലിയ ശബ്ദമാണത്. സമാധാനത്തിൻ്റെ മാർഗം അറിയാതെ പോയാൽ, അവൻ്റെ സന്ദർശനകാലം അറിയാതെ പോയാൽ സംഭവിക്കുന്ന ദുരന്തം എന്താണെന്ന് കൂടി കർത്താവ് ഒരു ശാപവാക്ക് പോലെ പറഞ്ഞു വെക്കുകയാണ്. ഇതിന് ശാപവാക്കെന്ന് പറയാൻ എനിക്കിഷ്ടമല്ല. കർത്താവിൻ്റെ വായിൽ നിന്ന് ശാപവാക്ക് വീഴില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മുടെ ജീവിതത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി കർത്താവ് പറയുന്നൊരു വാക്കാത്. ഇവിടെ പറയുന്നത് എന്താ? സന്ദർശനകാലം അറിയാത്തത് കൊണ്ട് ആ കാരണത്താൽ സംഭവിക്കുന്നത് എന്താ? നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാലു പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അവസാനിക്കുന്നൊരു കാലം വരും. തകർച്ചയുടെ കാലം വരും. ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ ഇങ്ങനെ നിൽക്കുക. പക്ഷേ ഈ ക്രിസ്തുവിനെ അറിയാതെ പോയാൽ, ഈ ക്രിസ്തുവിൽ സമാധാനം ആസ്വദിക്കാതെ പോയാൽ സംഭവിക്കുന്ന ദുരന്തം, നിന്റെ ശത്രുക്കൾ നിന്നെ കീഴ്പ്പെടുത്തും. നിന്നെ കീഴ്പ്പെടുത്തുക മാത്രമല്ല, നിനക്കു ചുറ്റും കിടങ്ങുകൾ തീർത്ത് രക്ഷപ്പെടാനാവാത്ത രീതിയിൽ നിന്നെ ഒരിടത്ത് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഞെരുക്കിയിട്ട് നിന്നെ നിലത്തിട്ട് നിന്റെ തലമുറകളെ അവിടെ കൊണ്ട് അവസാനം, നീ മാത്രമല്ല നിന്റെ തലമുറകളെയും വീഴ്ത്തി കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കുന്നൊരു കാലം വരും. നമ്മളെപ്പോഴാണ് പറയുന്നത്? അത് ജെറുസലേം ദേവാലയത്തിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്കത് ബാധകമല്ല. എന്നാൽ പൗലോസ് പറയുന്നു, നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, നീ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ദൈവത്തിൻ്റെ ആലയമായി സൂക്ഷിക്കാൻ നമുക്ക് കഴിയണ്ടേ? പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമാണിത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വർത്തമാന കാലഘട്ടത്തെ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. നമ്മുടെ കലാലയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി പഠിക്കുന്നതാ. നമ്മുടെ കലാലയങ്ങൾ ശാന്തതയുടെയും സമാധാനത്തിൻ്റെതുമാകണം. വളരെ ശക്തമായി ശത്രുക്കളായി രൂപപ്പെടുന്നത് എന്താണ്? ഒരുമിച്ച് തോളിൽ കൈയിട്ടുകൊണ്ട് പോകുന്ന സുഹൃത്തുക്കൾ,
ഒരു നിമിഷം കൊണ്ട് ശത്രുക്കളായി മാറുകയാണ്. അതൊരു പരിഭവമായി നിന്നാൽ കുഴപ്പമില്ല. ഇത് അടിച്ചു കൊല്ലുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ലാമേക്കിൻ്റെ കാര്യം പറഞ്ഞത്. വെല്ലുവിളികളുടെയും കൊലവിളികളുടെയും ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ നിലവിളികൾ ഉയരണം. നമ്മൾ വിളിച്ചു പറയണം, ഞാൻ സമാധാനത്തിൻ്റെ മാർഗം എനിക്കറിയാം. ലോക സമാധാനത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ ഒരുമിച്ച് കൂടി വട്ടമേശ സമ്മേളനം നടത്തിയ സമാധാനം ഉണ്ടാവില്ല. രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ച സമാധാനം ഉണ്ടാവില്ല. സാംസ്കാരിക നേതാക്കന്മാർ വിചാരിച്ച സമാധാനം ഉണ്ടാവുകയില്ല. സമാധാനത്തിനുള്ള ഏക മാർഗം ഇതാ, യേശു ക്രിസ്തു എന്ന ആ പരമമായ ആ രാജാവിൻ്റെ രാജ്യത്വത്തിൻ്റെ കീഴിലെത്തുകയാണ് സമാധാനത്തിൻ്റെ മാർഗം. നമ്മൾ വിളിച്ചു പറയണം, ഐ നോ ദ വേ ഓഫ് ദ പീസ്. എനിക്കറിയാം സമാധാനത്തിൻ്റെ വഴി. കുഞ്ഞേ, അത് ക്രിസ്തുവാണ്, യേശു എന്ന നാമമാണ്. അതിനായി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഈ മാസം മുഴുവനും നമ്മൾ പ്രാർത്ഥനയിൽ ആവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു മാസത്തെ അല്ല, കാലാകാലങ്ങളോളം മുന്നോട്ട് പോകുന്ന പടികൾ കയറുവാൻ പ്രാർത്ഥിച്ച് നമ്മൾ മുന്നേറുകയാണ്. നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ അധികാരികൾക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അസ്വസ്ഥതയുടെ ലോകത്ത്, അസഹിഷ്ണുതയുടെ ലോകത്ത് സ്വസ്ഥത ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളെ, ഞങ്ങളുടെ ഭരണാധികാരികളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാവരുടെ മേലും കൃപ ചൊരിയണമേ. പ്രത്യേകിച്ച് കർത്താവേ, കലാലയങ്ങളിലേക്ക് പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ മനസ്സിലെല്ലാം ആത്മീക ജാഗ്രതയോടെ സമാധാനം പുലരുവാൻ ഇടവരുത്തണമേ, കാത്തുകൊള്ളണമേ. പവർ വിഷനിലൂടെ ഈ മാസം മുഴുവനും ഞങ്ങൾ പ്രാർത്ഥനയുടെ മാസമാക്കി മാറ്റുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗം കേൾക്കണമേ, ഉത്തരമരുളണമേ. ആമേൻ.